പ്രളയകാലമാണ് കടന്നുപോയത്. ആയതിനാൽ സാധാരണ പനി മുതൽ ടൈഫോയിഡ് വരെയുള്ള പനികളെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. സാധാരണ പനികൾ 3-4 ദിവസത്തിൽ ശരിയാവുമെങ്കിൽ മറ്റു പനികൾ അങ്ങനെയല്ല. ആയതിനാൽ പനിക്കൊപ്പം ഈ ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ ശ്രദ്ധിക്കണമെന്ന നിർദ്ദേശവുമായി സംസ്ഥാന ആരോഗ്യ വകുപ്പ്. 3 ദിവസം കഴിഞ്ഞിട്ടും കടുത്ത പനി തുടരുകയും ശരീരവേദന, കണ്ണ് ചുവന്ന് തടിക്കുക, കൈക്കാൽ കഴപ്പ് എന്നിവയുണ്ടെങ്കിൽ ഡെങ്കിപ്പനി സംശയിക്കാവുന്നതാണ്. കൊതുകിലൂടെ പരക്കുന്ന രോഗമായതിനാൽ കൊതുകുകൾക്ക് വളരാനുള്ള സാഹചര്യം ഒഴിവാക്കുക എന്നതായിരിക്കും പ്രാഥമികമായി ചെയ്യേണ്ടത്. വെള്ളം കെട്ടിക്കിടക്കാൻ അനുവദിക്കാതിരിക്കുക, വെള്ളം ഒഴുക്കിക്കളയാൻ മാർഗമില്ലെങ്കിൽ മണ്ണെണ്ണ, പെട്രോൾ മുതലായവ ഒഴിക്കുക, കൊതുകുവല ഉപയോഗിക്കുക. പനിക്കൊപ്പം വിറയൽ കൂടിയുണ്ടെങ്കിൽ മലമ്പനി സംശയിക്കാം. ആദ്യ വിറയലിന് ശേഷം ശരീരം വിയർക്കുകയും പനി കൂടുകയുമാണ് അതിന്റെ പ്രധാന ലക്ഷണം. പ്രതിരോധിക്കാനായി കൊതുകുകടി ഒഴിവാക്കുകയും അത് വളരാനുള്ള സാഹചര്യം ഒഴിവാക്കുകയും ചെയ്യുക. പനിയോടൊപ്പം ശരീരവേദന, കൈക്കാൽ കഴപ്പ്, മൂത്രതടസ്സം എന്നിവയുണ്ടെങ്കിൽ എലിപ്പനി സംശയിക്കാം. കെട്ടിക്കിടക്കുന്നതോ അല്ലാത്തതോ ആയ വെള്ളത്തിൽ കലരുന്ന എലിമൂത്രത്തിലൂടെയാണ് എലിപ്പനി ഉണ്ടാകുന്നത്. മലിനജലവുമായി സമ്പർക്കം പരമാവധി ഒഴിവാക്കണം. ടൈഫോയിഡ് ലക്ഷണങ്ങൾ ഇവയാണ്. പനി തന്നെയാണ് പ്രധാന ലക്ഷണം. ജലത്തിലൂടെയാണ് ഇത് പടരുന്നത്. മലിനജലവുമായി സമ്പർക്കം പരമാവധി ഒഴിവാക്കണം. ആഹാരം പാകം ചെയ്യുന്നത് ശുദ്ധജലത്തിലാണെന്ന് ഉറപ്പുവരുത്തുക. ബോധവൽക്കരണത്തിലൂടെ പകർച്ചവ്യാധികൾക്ക് തടയിടാമെന്ന പ്രതീക്ഷയിലാണ് ആരോഗ്യവകുപ്പ്. ഷെക്കേന ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഷെക്കേന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ബട്ടണിൽ വിരലമർത്തുക.